Wishing you all a very warm welcome. This is me, Naz, right here. You're listening to Vishesham with Nastaf with me right here on Spotify. A new podcast to a new beginning. And yes, it's a wonderful day to begin. And it's Sunday, 8th of February 2025. Important day for my life. I mean, in every kind of way. Some other thing special. എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ ഒരു പോഡ്കാസ്റ്റിന്. ആൻഡ് സമയം 1:30 ആയിരിക്കുകയാണ്. ഉച്ചയ്ക്കാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. വീക്കെൻഡ് പോഡ്കാസ്റ്റ്, ഐ മീൻ ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് ദിസ് പോഡ്കാസ്റ്റ്. കാരണം വിശേഷങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾ കേട്ട് നിങ്ങളുടെ മനസ്സിൽ ഓരോ ചിന്ത കൊണ്ടുവന്ന് എങ്ങനെയാണ് നിങ്ങൾ എനിക്ക് തിരിച്ചൊരു റിപ്ലൈ തരണം എന്നൊരു കാര്യം എനിക്കൊന്ന് അന്വേഷിക്കാൻ അല്ലെങ്കിൽ ആലോചിക്കാൻ എനിക്ക് ഒരു താല്പര്യമുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്, എങ്ങനെയാണ് എൻ്റെ കാഴ്ചപ്പാട്, നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിയോജിപ്പാണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് ഈ പോഡ്കാസ്റ്റിലൂടെ എനിക്ക് ശരിക്കും കാണിക്കണം അല്ലെങ്കിൽ കേൾപ്പിക്കണമെന്നുണ്ട്. ശരിക്കും പോഡ്കാസ്റ്റ് ആണല്ലോ, അപ്പോൾ കേൾപ്പിക്കാനേ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ്സ് നോട്ട് ഗോണ ബി MP4 ബിക്കോസ് MP3 തന്നെ, അതായത് നമ്മൾ ഓൺലി ഓഡിയോ റെക്കോർഡിങ്സ് വിൽ ബി ദെയർ, നോട്ട് മച്ച് വീഡിയോ റെക്കോർഡിങ്സ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, I wanted to speak in front of this mic in my circle without anyone else noticing. അതാണ് എൻ്റെ ഒരു കംഫർട്ട് സോൺ. ആൻഡ് സ്റ്റാർട്ടിങ് ദിസ് പോഡ്കാസ്റ്റ് വിശേഷം വിത്ത് നസ്താഫ്. ഈ നസ്താഫ് എന്ന പേര് അല്ലെങ്കിൽ ഈ വിശേഷം വിത്ത് നസ്താഫ് എന്ന ഈ നസ്താഫ്, എൻ്റെ പേര് നാസ് എന്നാണ്, പക്ഷേ ഈ വേർഡ് നസ്താഫ് എന്ന് കൊണ്ടുവരുന്നത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്, കോളേജിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരനാണ്. ആൻഡ് വെൻ വി സേ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് മൈക്ക്, ആ പേരിനൊരു ഗുമ്മുണ്ടെന്നും പറഞ്ഞാണ് ഞാൻ ഈ പേര് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് മൈ നെയിം ഇസ് മുഹമ്മദ് നാസ് ആൻഡ് wishing you again a warm welcome to this wonderful journey which will be. And നിങ്ങൾ വീക്കെൻഡിൽ നിങ്ങൾ ഈ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ആൻഡ് ബിഗിനിങ് വിത്ത് എ ടോപ്പിക് ആൻഡ് ഓൾ, എൻ്റെ ജീവിത കഥകൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. 19 വയസ്സ് വരെ എന്ത് ജീവിത കഥകളാണോ അല്ലെങ്കിൽ എന്ത് ജീവിത പാഠങ്ങളാണോ ഞാൻ പഠിച്ചത്, അതെല്ലാം ഞാൻ നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും. ആൻഡ് ഐ വോണ്ട് ദിസ് പോഡ്കാസ്റ്റ് ടു ബി ഗോയിങ് among the teenage kids and among around 25-26-year-old people. And I mean it's good to നമ്മളുടെ എൽഡർലി പീപ്പിൾ ആയാലും കേട്ടുകൊണ്ടിരിക്കാൻ. ഇംഗ്ലീഷും മലയാളവും കൂടി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ആൻഡ് ബിക്കോസ് ഐ വാസ് റേസ്ഡ് അബ്രോഡ്, അതും ഒരു കാരണമാണ്. ആൻഡ് അങ്ങനത്തെ ചില കാരണങ്ങൾ കൊണ്ട് ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ കേൾക്കും. ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ തിങ്, യു വിൽ ബി ഹാവിങ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് റൈറ്റ് ആൻഡ് എൻ്റെ വിഷ് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരന്മാർത്ത്, സ്കൂളിൽ പഠിച്ച കൂട്ടുകാരന്മാരടുത്തോ അല്ലെങ്കിൽ എൻ്റെ ബാക്കിയുള്ള ആൾക്കാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എല്ലാ നേരവും ഞാൻ ആർജനാസ് എന്നാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് to start this podcast, it's my wonderful and I think I can call him my all in all. അലിയാണ് എനിക്ക് ഈ മൈക്ക് തന്നെ എനിക്ക് വാങ്ങിച്ചു തരുന്നത്. ഈ ഒരു ശരിക്കും ഒരു മൈക്കിൽ, അതായത് പക്ക മൈക്കിൽ തുടങ്ങുന്ന ഒരു പോഡ്കാസ്റ്റാണ്. ആൻഡ് ദാറ്റ് വി ഗേവ് മി ആസ് എ വണ്ടർഫുൾ ബർത്ത്ഡേ ഗിഫ്റ്റ്. ആൻഡ് ഈ പോഡ്കാസ്റ്റ് തുടങ്ങാൻ ഈച്ച് ആൻഡ് എവറി ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് ഇൻ എവറി ക്ലാസ്, എൻ്റെ ആര് പറഞ്ഞാലും എൻ്റെ അവിടെ പഠിച്ച ആരായാലും നീ ഇത് വിട്ട് കളയില്ല, നീ ഇത് തന്നെ കൊണ്ടുപോകണമെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ടാലൻറ്റ് മനസ്സിലാക്കി. ആൻഡ് അതർ ദാൻ സ്പീക്കിംഗ് ഇൻ മൈക്ക് ആൻഡ് എനിക്ക് ഓൺ എയറിൽ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ടു ബി റേഡിയോ ജോക്കി. എനിക്കറിയില്ല ഇത്ര ഒരു കോൺഫിഡൻസ് കിട്ടുമെന്ന്, ബിക്കോസ് ഐ എം റെക്കോർഡിങ്, ദെൻ ഐ വിൽ ബി എഡിറ്റിംഗ് ഇറ്റ്, ദെൻ ഐ വിൽ ബി listening to it, then only I'll be publishing this podcast. അതാണ് വേറൊരു ഇത്. പക്ഷേ ഓൺ എയറിൽ വരെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എല്ലാ നേരവും ആർജനാസ് എന്നാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ. ആൻഡ് ഐ വാസ് റേസ്ഡ് ഇൻ ദുബായ്. ആൻഡ് അവിടുത്തെ റേഡിയോ ജോക്കിയുള്ള ശബ്ദം ഇങ്ങനെ കേട്ട് അല്ലെങ്കിൽ അവരുടെ സംസാര രീതി എങ്ങനെയെങ്കിലും ഇങ്ങനെ ഫ്ലുവൻ്റായിട്ടൊന്ന് സംസാരിക്കാൻ എനിക്ക് നല്ല പ്രയോജനപ്പെട്ടിരുന്നു. കാരണം അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് എ വെരി ഫാസ്റ്റ് സ്പീക്കിംഗ് കൈൻഡ് ഓഫ് തിങ് ഇൻ ദുബായ് വെൻ കമ്പയർ ടു കേരള. പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും റേഡിയോ ജോക്കീസ് പോലത്തെ. ആൻഡ് ഒരു 5 മിനിറ്റായാലും 10 മിനിറ്റായാലും കണ്ടിന്യൂസ് അവർ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ആൻഡ് ഐ തിങ്ക് ഐ വിൽ ബി റെക്കോർഡിംഗ് ദിസ് പോഡ്കാസ്റ്റ് ഇൻ വൺ ഗോ, അറൌണ്ട് 10 to 15 minutes. ദാറ്റ് വിൽ ബി മൈ സ്റ്റാർട്ടിംഗ് of this podcast. And പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ I'm like so much into an emotional kind of a person.
ആൻഡ് ഫോർ മീ ഒരു ചെറിയ കാര്യം വന്നാലും ഇമോഷണൽ ആവും. അപ്പോൾ എനിക്കൊരു ചെറിയ നെഗറ്റീവ് കമൻറ്റ് വന്നാലും എനിക്ക് നല്ലൊരു ഇമോഷണൽ രീതിയിലോട്ട് പോകും. ആൻഡ് ഐ തിങ്ക് ഐ ക്യാൻ ഓവർകം ഓൾ ദിസ്. ആൻഡ് ഈ ഒരു ചെറിയ പ്രായം നോക്കുമ്പോൾ ഇറ്റ്സ് വൺ ഓഫ് മൈ ഡ്രീംസ്. ഒന്നെങ്കിൽ റേഡിയോ ജോക്കി ആവുക, അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരു റേഡിയോ ഇൻഡസ്ട്രിയിലോട്ട് പോവുക. ആൻഡ് that is the thing. I'm currently pursuing my undergraduate studies here in Kerala, and ഈ ഒരു സമയം കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ഇതൊക്കെ. ഒരു ചില്ലറ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ, എൻ്റെ വക സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കമ്പ്യൂട്ടറിൻ്റെ അവിടെ വയർ കുത്തി മൈക്കിനെ കണക്ട് ചെയ്ത് ഹെഡ്സെറ്റിൽ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് മൈ ഫ്രണ്ട്സ് ഇറ്റ്സ് ദേ സപ്പോർട്ട് മീ വണ്ടർഫുള്ളി. ആൻഡ് അങ്ങനത്തെ കുറേ സംഭവങ്ങളും എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളും എല്ലാം പറയാം ഈ പോഡ്കാസ്റ്റിൽ വിശേഷം വിത്ത് നസ്താഫിൽ. ആൻഡ് ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുമ്പോൾ ഐ വോണ്ടഡ് ടു സേ എങ്ങനെ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഈ പോഡ്കാസ്റ്റിലോട്ട് വരാനുള്ള കാര്യം എന്ന് വെച്ചാൽ അറൗണ്ട് 9th grade നമ്മൾ 8th 7th നമ്മൾ ദുബായിൽ ഈ ഓരോ മണിക്കൂറും 9 മണി 10 മണി 11 മണി 12 മണിക്ക് ഇടയിൽ ഓരോ പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് അവരുടെ റേഡിയോ ജോക്കി അവരുടെ റേഡിയോ പാട്ടുകൾ, അവരുടെ തീം പാട്ടുകൾ വന്നുകൊണ്ടിരിക്കും. ഇത് കേട്ട് അത് കഴിഞ്ഞിട്ട് അവർ ന്യൂസ് വരും. എല്ലാ മണിക്കൂറിലും ന്യൂസ് അപ്ഡേറ്റ്സ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അത് സ്റ്റാർട്ടിങ് ഓഫ് ദി ആസ്, അതായത് 9:10 9:15 അങ്ങനെ ആ ഒരു സമയം വരെ ന്യൂസ്. അത് കഴിഞ്ഞിട്ട് ദ റേഡിയോ ജോക്കീസ് ഹു ഓൾ അറൗണ്ട് എയർ ദേ വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ്. സോ ഒരു സ്ട്രെച്ചിൽ തന്നെ വി ആർ ഗെറ്റിംഗ് അതർ ദാൻ സോങ്സ് വി ആർ ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് ഒരു 15 to 16 minutes വി ആർ ഗെറ്റിംഗ് ഫുൾ അപ്ഡേറ്റ്സ് ആൻഡ് ഫുൾ റേഡിയോ ജോക്കി വോയിസസ്. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് എന്നെ ആ ഒരു റേഡിയോ സ്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി മാറ്റാതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഹെൽപ്പായത്. ഇത് കേട്ട് പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ ഇത് സ്വന്തമായിട്ട് നമ്മളെ കംഫർട്ട് സോണിൽ നമ്മൾ ചില ആൾക്കാർ പാട്ട് പാടും. ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ്സ് ദ തിങ് ഐ എം മാഡ് അബൌട്ട് ദിസ്. ആൻഡ് അത് കഴിഞ്ഞ് കൊറോണ ആയപ്പോഴാണ് ഇതിനെയും കാട്ടിയും കൂടുതൽ ഒരു ഭ്രാന്തെന്ന് തന്നെ പറയാം. ലൈക്ക് ഞാൻ ദുബായി പഠിച്ചുകൊണ്ട് എല്ലാ ലാംഗ്വേജസും ഉണ്ട്. അപ്പോൾ എല്ലാ ലാംഗ്വേജസിലുമുള്ള റേഡിയോ ജോക്കികളുടെ ഒക്കെ പേരും അവരുടെ ഷോസും ഇങ്ങനെ നോക്കി ദുബായിലാവട്ടെ, ദുബായ് കഴിഞ്ഞ് ഖത്തറിൽ നിന്ന് കേരളത്തിലെ റേഡിയോ സ്റ്റേഷൻസ് ഇങ്ങനെ നോക്കി ഒരു ചെറിയ ഒരു സമയത്ത് ഐ വാണ്ടഡ് ടു ഈവൻ വർക്ക് ആസ് എ റേഡിയോ ജോക്കി വെൻ ഐ വാസ് അറൗണ്ട് 15 or 16. അതാണ് ശരിക്കും ഈ ഒരു ഭ്രാന്തിൻ്റെ ഇത്. ആൻഡ് കൊറോണ സമയത്താണെങ്കിൽ രാവിലെ 6 മണിക്ക് എണീക്കുന്നു, റേഡിയോ കേൾക്കാൻ വേണ്ടി തന്നെ എണീക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ആൻഡ് ലേറ്റർ ഓൺ ആ ഒരു ഭ്രാന്ത് അങ്ങ് മാറി. കൊറോണ സമയം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പിന്നെ ബസ്സിൽ ഇരുന്ന് കേൾക്കുമ്പോൾ ബസ്സിൽ മറ്റേ പണ്ടത്തെ സാംസങ് J5 കുത്തി ഹെഡ്സെറ്റ് കുത്തി ഞാൻ കേൾക്കുമായിരുന്നു. ആൻഡ് ദാറ്റ്സ് അനദർ കൈൻഡ് ഓഫ് ഭ്രാന്ത്. ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെ. അത് പാട്ട് കേൾക്കാനല്ല, റേഡിയോ ജോക്കികൾ എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട്, അത് കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബസ്സിൽ നിന്ന് തന്നെ ഞാൻ കേൾക്കുന്നത് തന്നെ. ആൻഡ് അതർ ദാൻ ദാറ്റ് ഒരു 10 +1 +2 ഇറ്റ്സ് ഓക്കെ റേഡിയോ ജോക്കി എന്ന ഒരു നമ്മൾ റേഡിയോ ജോക്കി എന്ന കരിയർ ഓക്കെ ഹൗ ഡു ഐ സെറ്റ് ദാറ്റ് അപ്പ് ആൻഡ് എന്ന ഒരു കാര്യത്തിലോട്ട് ഇങ്ങനെ തിങ്കിങ് വന്നപ്പോൾ ഇറ്റ്സ് വെരി ഫ്രം പാരൻസ് വാട്ട് എവർ ഇസ് ഇറ്റ് ബീയിങ് എ റേഡിയോ അല്ലെങ്കിൽ ഒരു റേഡിയോ ജോക്കി എന്ന ഫുള്ള് കരിയർ അങ്ങ് സെറ്റാക്കാതെ എന്തെങ്കിലും ഒരു ഡിഗ്രി എടുത്തിട്ട് അങ്ങോട്ട് പോകാനാണ് തൽക്കാലം എൻ്റെ ഒരു പ്ലാൻ. ഇൻഷാ അല്ലാഹ് അത് നടന്നു. ബട്ട് എനിവേസ് അള്ളാഹുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഐ വിൽ ബി കണ്ടിന്യൂയിങ് ദിസ് പോഡ്കാസ്റ്റ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് റിയലി വെൽ ഐ ഹോപ്പ് ഇറ്റ് ഗോസ് റിയലി വെൽ. ബട്ട് ഇതൊരു പാഷൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് മലയാളം പോഡ്കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാർത്തിക് സൂര്യയുടെ പോഡ്കാസ്റ്റ് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക ഒരു ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കുന്ന രീതി. ആൻഡ് ഐ തിങ്ക് ഐ വിൽ ബ്രിങ് ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് ഓൾസോ വിത്ത് യു പീപ്പിൾ ഇൻ വിശേഷം വിത്ത് നസ്താഫ്. ഇസ് ദാറ്റ് ഈ ഒരു പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓൺ എയർ പോകുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദെർ വിൽ ബി മച്ച് ലിസണേഴ്സ് ബട്ട് ഐ ഹോപ്പ് മൈ ഫ്രണ്ട്സ് ലൈക്ക് ഇറ്റ് ദാറ്റ് വെൽ ഹൗ ഐ എം സ്പീക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. കാരണം കുറേ ഒരു ചില പിഴവുകൾ അവിടെയും ഇവിടെയും നടന്നിരിക്കാം, അറിയില്ല. അത് ഞാൻ കേട്ടിട്ട് എഡിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ പിറകെ എഡിറ്റ് ചെയ്യണമെന്നുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ഐ ഹോപ്പ്
ഈ ഒരു പോഡ്കാസ്റ്റ് അറ്റ്ലീസ്റ്റ് ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ കൺക്ലൂഷൻ തന്നെ പാഷൻ്റെ പുറത്ത് ചെയ്യുന്നതും അതേപോലെ ഏതെങ്കിലും ഒരു റേഡിയോ കമ്പനി എന്നെ മലയാളം റേഡിയോ ജോക്കിയായിട്ട് ഏതെങ്കിലും ഒരു കമ്പനി വിളിക്കണമെന്നും എനിക്ക് നല്ല ആഗ്രഹം ഇല്ലാതില്ല. ആൻഡ് ദാറ്റ്സ് ലൈക്ക് അള്ളാഹുടെ കാരുണ്യം ഉണ്ടെങ്കിൽ അതെല്ലാം നടക്കുമെന്നാണ്, ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ പോട്ടെ എന്നാണ്. ആൻഡ് ലൈഫ് ഗോസ് ഇൻ എ ഫ്ലോ. ദാറ്റ് ഈസ് ഓൾസോ അനദർ തിങ്. ആൻഡ് അനദർ തിങ് ഇസ് ദാറ്റ് ഈ വിശേഷം നഷ്ടം അല്ലെങ്കിൽ എല്ലാ നേരം ഒരു ചോദ്യം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഓരോ ചോദ്യങ്ങളുമുണ്ട്. ആൻഡ് വൺ ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ്, വിൽ റേഡിയോ ബി വർക്കിംഗ് ആഫ്റ്റർ 10 years? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അപ്പോഴും റേഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമോ? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. കാരണം ബിക്കോസ് നമ്മുടെ ജനറേഷൻ അല്ലെങ്കിൽ എൻ്റെ ജനറേഷൻ ആൻഡ് ദ അപ്കമിങ് ജനറേഷൻ, ദ ജനറേഷൻ വിച്ച് ഇസ് അപ്കമിങ്, ഒരു ജെൻസി, ജെൻ ആൽഫ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ജനറേഷൻ, അവരിപ്പോഴും പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ് ഫോർ ദം. Not for only for entertainment purpose, which is very good for them and productive kind of way. I hope I would bring that kind of thing also in this Vishesham with Nastaf podcast. From my side, I'll try my best to keep you guys entertained in this പോഡ്കാസ്റ്റ്. ഈ ഒരു പോഡ്കാസ്റ്റ് വീക്കെൻഡിൽ അപ്ലോഡ് ചെയ്യണമെന്നുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിരക്കിൻ്റെ വീക്കെൻഡിലായിരിക്കും നമ്മൾ റിലാക്സ് ചെയ്യാൻ നോക്കുന്നത്. ഈ ഒരു സമയത്ത് റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള പോഡ്കാസ്റ്റും കേൾക്കാം, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള പോഡ്കാസ്റ്റും കേൾക്കാം. ഒരു 15 minutes റൈഡിൽ നിങ്ങൾ കാറിൽ പോകുമ്പോൾ അല്ലെങ്കിൽ 15 minutes നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കാൻ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വണ്ടർഫുൾ തിങ് ടു മീ. ആൻഡ് ഐ ഹോപ്പ് വെൻ യു ലിസൺ ടു ദിസ് പോഡ്കാസ്റ്റ് യു വിൽ ബി എന്താ പറയുക, ഒരു at the end you will be like, okay, it was a wonderful podcast and I hope I get those kind of replies. ഇത് നെഗറ്റീവ് അല്ല, എന്നെ ഈ ഒരു പോഡ്കാസ്റ്റ് ഇംപ്രൂവ് ആക്കാനുള്ള കമൻസ് ആണ് ഞാൻ നോക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് ഐ ഗെറ്റ് ദോസ് കമൻസ് സോ ദാറ്റ് ഐ ക്യാൻ ലുക്ക് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് വേ. ആൻഡ് അത് കഴിഞ്ഞിട്ട് പോഡ്കാസ്റ്റ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഫ്രം മൈ സൈഡ് ഐ ട്രൈ മൈ ബെസ്റ്റ് ടു ഡു ദാറ്റ്. ആൻഡ് യെസ്, ആ ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്, വിൽ റേഡിയോ വർക്ക് ആഫ്റ്റർ 10 years? കാരണം നമ്മുടെ ജനറേഷനും അപ്കമിങ് ജനറേഷനും എല്ലാവരും റെക്കോർഡഡ് മ്യൂസിക്കിലോട്ടാണ്. ജസ്റ്റ് ടു ലിസൺ മ്യൂസിക് വിൽ ബി ടേക്കിംഗ് സ്പോട്ടിഫൈ, യൂട്യൂബ്, അങ്ങനെ. സോ നമ്മളെ പണ്ടത്തെ അറൗണ്ട്സ് 90s and 80s ഒരു 1970 ആ ഒരു സമയത്ത് റേഡിയോസ് ഇങ്ങനെ വരുന്ന സമയത്ത്. ആൻഡ് one of the things that radios എല്ലാം തുടക്കം കുറിച്ചത്, അല്ലെങ്കിൽ when I was it was before 40 years in UAE itself. ആ ഒരു സമയത്ത് മലയാളം എല്ലാം പോകുമ്പോൾ അവർക്ക് അപ്ഡേറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു റേഡിയോ സ്റ്റേഷനിൽ നിന്നും ബാക്കി വന്ന റേഡിയോ ഇതിൽ നിന്നാണ്. ദുബായിൽ ഓരോ റേഡിയോ സ്റ്റേഷൻ തുറന്നു, ചിലത് അടച്ചു കൂട്ടുന്നു, അങ്ങനത്തെ കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. ബിക്കോസ് ലിസണിങ് എന്ന് നോക്കുമ്പോൾ ആൾക്കാർ കേൾക്കുന്ന ആ ഒരു ഇത് കുറഞ്ഞു വന്നിരിക്കുന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ വാട്ട് ഐ വാണ്ട് ടു ഹിയർ യു ഫ്രം പീപ്പിൾ ഇസ് ദാറ്റ് വിൽ ദിസ് റേഡിയോ തിങ് ഗോ 10 years? ഫ്രം മൈ സൈഡ് ഐ തിങ്ക് ഇറ്റ്സ് എ നോ. ബിക്കോസ് നമ്മളൊരു പ്രാക്ടിക്കലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ I don't think the upcoming generation will be liking to hear these radios and stuff. കാരണം മലയാളം പാട്ടുകൾ now they prefer recorded music and all this entertainment thing. So from my side as Gen Z, who was born in Gen Z, and I don't think it will work, but inshallah അങ്ങനെ പോകുന്നെങ്കിൽ എപ്പോഴെങ്കിലും you are listening to RJ Nas എന്നും പറഞ്ഞ് തുടങ്ങാമെന്നുള്ള നല്ലൊരു ആഗ്രഹത്തിൽ ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻ്റെ അപ്പ് ചെയ്യണം. And this will be the episode 1 of Vishesham with Nastaf, and I hope each one of you give me the support, and എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ആക്കാണ്ടെങ്കിൽ please reach out to me, and I hope I get positive response and a response to improve. And if you guys like the podcast, please like it, and please follow my podcast Vishesham with Nastaf. So once again, thank you for joining. This is Minaz right here. You're listening to Vishesham with Nastaf. Wishing you all a very wonderful weekend and a very wonderful day. And thank you for tuning. This is Minaz right here, signing out.